ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കണം. പുകവലി, വെറ്റമുറുക്ക്, മദ്യപാനം, വ്യഭിചാരം, പൊർണോഗ്രഫി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്, തെറി പറയുന്നത്, ഇതിൽ നല്ല ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിച്ചാൽ, ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്, അങ്ങനെ വിശുദ്ധിയുള്ള ശരീരം കൊണ്ട് നിങ്ങൾ ഒരു വലിയ ഇരുമ്പ് വാതിലിന്റെ മുമ്പിൽ പോയി നിന്നാലും ആ ഇരുമ്പ് വാതിൽ നിങ്ങൾ കൊട്ടാതെ തന്നെ തുറക്കപ്പെടും. വിശുദ്ധിയുള്ളൊരു ശരീരം, വിശുദ്ധിയുള്ളൊരു ജീവിതം, ആ ജീവിതത്തിന് കോട്ടകളെ തകർക്കാനും വലകളെ ഇടിച്ചു കളയാനും ഇരുമ്പ് വാതിലുകളെ തുറക്കാനുമുള്ള ശക്തിയുണ്ട്. വിശുദ്ധിയുള്ള ഒരു ശരീരം. അങ്ങനെ വിശുദ്ധിയുള്ളൊരു ശരീരമായിരുന്നു പത്രോസിന്റെ ശരീരം. ആ ശരീരത്തിന് കയ്യിലും കാലിലും ചങ്ങലയിട്ട് 16 പട്ടാളക്കാർ കാവൽ നിന്നെങ്കിലും ആ വിശുദ്ധിയുള്ള ശരീരത്തെ കർത്താവ് ആ ചങ്ങല അഴിച്ച് വെളിയിൽ കൊണ്ടുവന്ന് വേലക്കാരി റോദാവെന്ന് വാതിൽ തുറക്കുമ്പോൾ പത്രോസ് ആ വീടിന് മുറ്റത്ത്. വിശുദ്ധിയുള്ളൊരു ശരീരമായിരുന്നു പൗലോസിൻ്റേത്. ആ ശരീരം കൊണ്ട് അവൻ ആരാധിക്കുമ്പോൾ കൈകളിലെയും കാലുകളിലെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴും. തീരുമാനമെടുക്കും. പുകവലി ഉപേക്ഷിക്കണം, മദ്യപാനം ഉപേക്ഷിക്കണം, വെറ്റമുറുക്കുന്ന ഉപേക്ഷിക്കണം, പാക്ക് വെക്കുന്ന ഉപേക്ഷിക്കണം, പാൻമസാലകളുടെ ഉപയോഗം ഉപേക്ഷിക്കണം, അതുപോലെ തന്നെ അശുദ്ധി കാണുന്നത് ഉപേക്ഷിക്കണം. ഇത് ഉപേക്ഷിക്കാൻ യേശുവിൻ്റെ മുമ്പിൽ ഇന്ന് കർത്താവിനെ സാക്ഷി നിർത്തി തീരുമാനം എടുക്കുക. യേശു അനുഗ്രഹിക്കും.